നമസ്കാരം. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസ് അതീവ ഗൗരവമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ ഇന്ന് നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ വീണ വിജയനെ കൈയൊഴിഞ്ഞ് കരിമണൽ കർത്തയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇഡിക്ക് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് ഒരു സേവനവും വീണ വിജയൻ നൽകിയിട്ടില്ല, പിണറായിയോടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് ചെയ്തതെന്നാണ്. ഇതായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ആരോപണമായി ഉയർന്നത്. എന്നാൽ CPM ഇതുവരെ പറഞ്ഞിരുന്നത് ഒരു സംരംഭക എന്ന നിലയിൽ വീണയും മറ്റൊരു കമ്പനിയുമായി നടന്ന ഇടപാടിൻ്റെ പുറത്ത് പാർട്ടിയെ വലിച്ചൊഴിക്കുന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ കൃത്യമായി പുറത്തു വന്നിരിക്കുന്നു, ഇഡിക്ക് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പിണറായിക്ക് വേണ്ടിയാണ് ഞങ്ങൾ വീണ വിജയന് പണം കൊടുത്തതെന്ന് കരിമണൽ കർത്ത പറഞ്ഞിരിക്കുന്നത് മൊഴിയാണ്. ഈ മൊഴി വ്യാജമാണ്, അങ്ങനെയൊന്നുമില്ല, തന്നെ ബോധപൂർവം ഇതിലേക്ക് വലിച്ചഴിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് പിണറായിയും രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിൽ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. വീണ വിജയൻ്റെ 16.5 ലക്ഷം രൂപ ഉൾപ്പെടുന്ന ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നതാണ് ആദ്യം പുറത്തു വന്ന വിവരം. പിന്നീട് പറയുന്നു, വീണയുടെ ഇഡി പിടിച്ചെടുത്ത ഐഫോണിൽ നിർണായകമായ പല തെളിവുകളും ഉണ്ടായിരുന്നു. ഈ ഐഫോണിൽ നിന്നാണ് ഇൻവോയ്സുകൾ ജനറേറ്റ് ചെയ്ത് അയച്ചിരുന്നത്. ഇഡി കണ്ടെത്തിയിരിക്കുന്നത് ഈ ഐഫോണിലെ കമ്മ്യൂണിക്കേഷനിൽ ഇമെയിലും മറ്റും പറയുന്നത് പണമിടപാടിനെ കുറിച്ച് മാത്രമാണ്, സേവനത്തെക്കുറിച്ചൊന്നുമില്ല. ഇൻവോയ്സ് ഉണ്ടാക്കി അയച്ചിരുന്നത് വീണ തന്നെയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. ആ ഇൻവോയ്സിൻ്റെ അടിസ്ഥാനത്തിൽ പണം കിട്ടും. ഈ പണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഇതിനപ്പുറത്തേക്ക് ഒരു ഇടപാടും നടന്നതായി തെളിവുകളില്ല. പണ ഇടപാടിന് വീണയുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വീണ അറിഞ്ഞുകൊണ്ടാണ് ഇടപാടുകൾ നടന്നത് എന്ന് വ്യക്തമാവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മാസപ്പടി കേസിൽ വീണ വിജയൻ കൃത്യമായി ഫണ്ട് കൈപ്പറ്റിയിരിക്കുന്നു. അതിൻ്റെ കാരണം പിണറായി വിജയൻ നൽകുന്ന സേവനമാണ് എന്ന് വ്യക്തമാകുന്ന തെളിവുകൾ. കള്ളപ്പണ ഇടപാടിലേക്ക് പിണറായി വിജയൻ പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. പിണറായിയെ ചോദ്യം ചെയ്യാം, ഒരുപക്ഷെ അറസ്റ്റ് പോലും ചെയ്തേക്കാമെന്ന സാഹചര്യം രൂപപ്പെടുന്ന വാർത്തയാണ് ഒരു വശത്ത് വരുന്നത്. മറുവശത്ത് മറ്റ് 2 വാർത്തകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ആദ്യത്തെ വാർത്ത, വീണ വിജയൻ്റെ വീട്ടിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ആക്രമിച്ച കേസിൽ ആ വാഹനം തകർത്തവർക്ക് നഷ്ടപരിഹാരം ഇഡി കൊടുത്തിരിക്കുന്നു എന്നാണ്. 3 കാറുകളാണ് ആക്രമിക്കപ്പെട്ടത്. അതിൽ 2 കാറുകൾക്ക് ഇൻഷുറൻസ് തുക, കഴിഞ്ഞുള്ള തുക, അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള തുക കൊടുത്തു. എത്രയെന്ന് വ്യക്തമല്ല. എന്നാൽ ഏറെ നിർണായകമായിരുന്നത് പൂർണ്ണമായും തച്ചുടയ്ക്കപ്പെട്ട CPM-കാരനായ ഒരു കാർ ഉടമയാണ്. അയാളുടെ കാറിൻ്റെ ചില്ലുകളടക്കം CPM പ്രവർത്തകർ തകർത്തിരുന്നു. അയാൾക്ക് 1,70,75,000 രൂപ നഷ്ടപരിഹാരം കൊടുത്തു എന്ന് വാർത്തയാണ് പുറത്തു വരുന്നത്. ഒന്നും കാണാതെ ഇഡി അതിനിറങ്ങില്ല. ഇഡി കൊടുത്തിരിക്കുന്ന പണവും അതിന് പലിശയും വാങ്ങും എന്നുറപ്പാണ്. ആരാണ് ഈ പണവും പലിശയും കൊടുക്കേണ്ടത്? തച്ചുടച്ചവർ തന്നെ. ആരാണ് തച്ചുടച്ചത്? പിണറായിയുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ കുറേ പാർട്ടി പ്രവർത്തകർ. അവർ കഴിഞ്ഞ 2 മാസമായി ജയിലിലാണ്. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ പാർട്ടിക്കെതിരെ കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയൻ ഇന്നേ വരെ മകളുടെ തട്ടിപ്പ് കേസിന് രക്തസാക്ഷികളായി ജയിലിൽ കിടക്കുന്ന പാർട്ടി സഖാക്കളെ കാണാൻ പോയിട്ടില്ല. വളരെ ദയനീയമായ സ്ഥിതിയിലാണ്. അവർ പലരും ഓരോ ദിവസവും പണമുണ്ടാക്കി കുടുംബം നോക്കുന്നവരാണ്. ആ പണം അവർക്കില്ലാതാകുന്നു. കുടുംബത്തിൽ പട്ടിണി വരുന്നു. പാർട്ടി സഹായിക്കുമെന്ന് പറഞ്ഞെങ്കിലും ആരും സഹായിക്കുന്നില്ല. ജയിലിലേക്ക് അവരെ കാണാൻ ഇപ്പോൾ അനുവദിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറിയെയും വക്കീലിനെയും മാത്രമാണ്. മറ്റാരെയും അനുവദിക്കുന്നില്ല. കാരണം ഇവരുടെ രോഷപ്രകടനങ്ങൾ പുറത്ത് വാർത്തയാകുമെന്ന് ഭയന്ന് ഇവരെ ആരെയും കാണാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ട്. ഇവരിൽ 2 പേർ മുൻ ജനപ്രതിനിധികളായിരുന്നു, IP ബിനുവും ആറ്റുകാലുണ്ണയും. ഈ IP ബിനുവിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. IP ബിനു തിരുവനന്തപുരത്ത് ഒരു ആവേശ കമ്മിറ്റിക്കാരനാണ്. പാളയം ലോക്കൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റും AKG സെന്ററും യൂണിവേഴ്സിറ്റി കോളേജും ഒക്കെ IP ബിനുവിൻ്റെ അധികാര പരിധിയിൽപ്പെടും. അവിടേക്ക് എന്ത് സംഭവം ഉണ്ടായാലും IP ബിനുവിന് ഇടപെടേണ്ടി വരും. അങ്ങനെ ഇടപെട്ട് പഴി കേൾക്കുക, കേസിൽ പ്രതിയാവുക എന്നതല്ലാതെ 1 രൂപയുടെ ലാഭം IP ബിനു ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒട്ടുമിക്ക അലമ്പിലും IP ബിനുവിന് ഉൾപ്പെടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. പാർട്ടിയോടുള്ള കൂറ് മാത്രമാണ് IP ബിനുവിൻ്റെ മൂലധനം. ആ ബിനുവാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് ഏറ്റവും അധികം സൗഹൃദങ്ങളുള്ള പ്രാദേശിക നേതാക്കളിൽ ഒരാൾ ബിനുവാണ്. ബിനു സഹായിക്കുന്നവരെ അങ്ങേയറ്റം വരെ സഹായിക്കും. ഒരു നേട്ടവും ഉണ്ടാക്കാതെ നിസ്വാർത്ഥമായി സഹായിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ SFIക്കാർക്കൊക്കെ IP ബിനു സൂപ്പർ ഹീറോയാണ്. പക്ഷെ ബിനു ജയിലിലാണ്. ബിനുവിനെ രക്ഷിക്കാൻ പോലും പാർട്ടി ഒരു താല്പര്യവും കാണിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് ആറ്റുകാൽ ഉണ്ണിയുടെ അവസ്ഥയും. മുൻ കൗൺസിലറാണ്, പക്ഷെ പാർട്ടി തിരിഞ്ഞു നോക്കുന്നില്ല. ഓർക്കണം, പാർട്ടിയുടെ ഉന്നത നേതാവായിരുന്ന, പാർട്ടി സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്ന, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന് വേണ്ടിയല്ല ഇവർ ജയിലിൽ പോയത്. നേരെ മറിച്ച് പിണറായിയുടെ മകൾ നടത്തിയ അഴിമതി സംരക്ഷിക്കാൻ വേണ്ടിയാണ് ജയിലിൽ പോയത്. ഒരു കാര്യവുമില്ലാതെ പാർട്ടി നേതൃത്വം വിളിച്ചു വരുത്തി ഇവരെ കൊലയ്ക്ക് കൊടുത്തതാണ്. ഇതിൽ ആറ്റുകാൽ ഉണ്ണിയുടെ അച്ഛൻ മരിച്ചുപോയി. എന്നിട്ട് പിണ്ഡം സമർപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയാണ്. ഈ വിവരം കഴിഞ്ഞ ദിവസം ലക്ഷ്മി സുഭാഷ് എഴുതിയ ഒരു വൈറൽ കുറിപ്പിലൂടെയാണ് ലോകമറിഞ്ഞത്.
ലക്ഷ്മി സുഭാഷ് എങ്ങനെ എഴുതി? ഇന്ന് ആറ്റുകാൽ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഒരു മരണം. അമ്പലത്തിന് പിറകിൽ താമസിക്കുന്ന മുൻപ് അമ്പലത്തിൽ ജീവനക്കാരനായിരുന്ന രാമചന്ദ്രൻ നായർ. ഭാര്യ നേരത്തെ മരിച്ചുപോയി. 2 ആൺമക്കൾ. അതിലൊരാൾ ജയിലിലാണ്. പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതി. മുൻ ആറ്റുകാൽ കൗൺസിലറായിരുന്ന ആറ്റുകാൽ ഉണ്ണി. മൂത്ത മകനായിട്ട് സ്വന്തം അച്ഛൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പോലും സാധിക്കില്ല. പിണറായിയും മകളും AC-യുടെ തണുപ്പിൽ സുഖമായി വാഴുന്നു. ഇടയ്ക്കിടെയുള്ള പവർ കട്ടിനെക്കുറിച്ച് അവലാതിപ്പെട്ട അച്ഛൻ. മകൾ പുതിയ മുന്തിയ കാറിൽ ED വിളിക്കുമ്പോൾ ട്രിവാൻഡ്രം ടു കൊച്ചി. സഖാക്കൾ വന്ന് അനുശോചനം രേഖപ്പെടുത്തിയിട്ട് പോകുന്നു. 1 മണിവരെയും മകനെ കാണാൻ വരാൻ സാധിച്ചില്ല. ആവേശം പകർന്ന സഖാക്കൾക്ക് ഇതൊരു നഷ്ടമല്ലല്ലോ. രക്തസാക്ഷി ഫണ്ട് പോലും അടിച്ചു മാറ്റുന്ന ചെന്താരകങ്ങൾക്ക് എന്തു മനസാക്ഷി. ഈ കുറിപ്പ് എടുത്തെഴുതിക്കൊണ്ട് ജോളി ഇങ്ങനെ എഴുതി: ED ഇന്ന് ഒരു കാറുകാരന് നഷ്ടപരിഹാരം കൊടുത്തു. കാർ പൂർണ്ണമായും തകർന്ന ഒരു കാറുകാരനാണ് നഷ്ടപരിഹാരമായി 1.25 ലക്ഷം രൂപ കൊടുത്തത്. മറ്റ് 2 കാറുകാർക്കും ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഈ കാറുകാരന് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് ED ഓഫീസുകാർ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ബില്ലിന്റെ പണം നൽകിയത്. മറ്റ് കാറുകാർക്കും ഇൻഷുറൻസ് തുകയിൽ കൂടുതൽ വർക്ക്ഷോപ്പിൽ ബിൽ തുകയായി വന്നിട്ടുണ്ടെങ്കിൽ അതും നൽകാൻ തയ്യാറാണെന്ന് ED ഓഫീസ് അറിയിച്ചു. അന്ന് ED ഓഫീസർമാർക്കുണ്ടായ ജീവഭയത്തിനും ട്രോമയ്ക്കും നഷ്ടപരിഹാരം ഒരാൾക്ക് 1 കോടി രൂപ വെച്ചാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 7 ഉദ്യോഗസ്ഥർക്കും കൂടി 7 കോടി രൂപ പ്രതികൾ നൽകണം. കൂടാതെ കാറുകൾ നന്നാക്കിയ പണവും നൽകണം. അകത്ത് കിടക്കുന്നവന്മാർക്ക് ഇത് വല്ലാത്തൊരു കുരിശായി മാറുകയാണ്. കാറിനുള്ളിലിരുന്ന് മരണവും ജീവനും കണ്ടവരാണ് അവർ വെറുതെ വിടില്ല. പിണറായി വിജയൻ എന്ന ഭൂതത്തിനു വേണ്ടി പണിയെടുത്തവരുടെ ഒക്കെ വരാൻ പോകുന്ന ഗതി ഇതൊക്കെയാണ്. അത്രയ്ക്കും ശാപം പിടിച്ച മനുഷ്യനാണ് അങ്ങേരെ. ശബരിമല അമ്പലം കെട്ടവർ. അതിൽ മുരാരി ബാബു അപമാനഭാരത്താൽ അസുഖം കൂടി മരിച്ചു. ഇന്നലെ അറസ്റ്റ് ചെയ്ത പ്രശാന്ത്. ED ആക്രമിച്ച 20 പേർ, ഗൺമാൻമാർ, ADGP അജിത് കുമാർ, ലിസ്റ്റിനെയും നീളും. വായിക്കരിയിടാൻ യോഗം കിട്ടില്ല. നോക്കൂ, ഇതൊരു കൃത്യമായ അവസ്ഥയാണ്. പിണറായി വിജയൻ രാജാവിനെ പോലെ നിയമവിരുദ്ധമായി തൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ചപ്പോൾ അതിന് കുടപിടിച്ചവരൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിണറായിക്ക് വേണ്ടി സൂപ്പർ DGP ചമഞ്ഞ അജിത് കുമാറിൻ്റെ അവസ്ഥ അതിദയനീയമാണ്. ഒന്നിനുമേലൊന്നായി ക്രിമിനൽ കേസുകൾ അജിത് കുമാറിൻ്റെ മേൽ വരാൻ പോകുന്നു. അച്ചടക്ക നടപടിക്ക് വിധേയനായി സസ്പെൻഡ് ചെയ്യപ്പെട്ട് ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്യേണ്ടി വരും. താനില്ലെങ്കിൽ പോലീസില്ല എന്ന് കരുതിയിരുന്ന അജിത് കുമാറിൻ്റെ അവസ്ഥയാണ്. അധികാര കസേരയിലിരുന്നപ്പോൾ എല്ലാം മതിമറന്ന് നിരപരാധികളെ വേട്ടയാടിയതിൻ്റെ ശിക്ഷയാണ്. ഇത് തന്നെയാണ് പിണറായിക്ക് സ്തുതി പാടിയ മിക്കവരുടെയും അവസ്ഥ. ഇത് മനസ്സിലാക്കാതെ പിണറായിയുടെ മകൾക്ക് വേണ്ടി രംഗത്തിറങ്ങി 2 മാസമായി ജയിലിൽ കിടക്കുന്നവർ അച്ഛൻ മരിക്കുമ്പോൾ പിണ്ടം വയ്ക്കാൻ പോലും പോവാൻ നിവൃത്തിയില്ല. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് ആ മനുഷ്യൻ ഈ പാവപ്പെട്ട മനുഷ്യർക്കുണ്ടാക്കി കൊടുത്തത്. ഈ ഗതികേടുകൾ തുടരുമ്പോഴും പിണറായിയുടെ മകൾ ഒന്നും അറിയാത്ത വിധം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു.